നമസ്കാരം. ഉത്തര കൊറിയയും അവിടുത്തെ പ്രസിഡന്റ് കിം ജോങ് ഉന്നും ലോകത്തിനു മുന്നിൽ എപ്പോഴും വളരെ വ്യത്യസ്തമാണ്. പാശ്ചാത്യ രാജ്യങ്ങൾ കിം ജോങ് ഉന്നിനെ ഒരു ഏകാധിപതിയായ ക്രൂരനായ ഭരണാധികാരിയായിട്ടാണ് കണക്കാക്കുന്നത്. അതിന് കാരണം അവിടുത്തെ ചില തെറ്റായ നിയമങ്ങൾ തന്നെയാണ്. അവിടുത്തെ ജനങ്ങൾക്ക് ഭക്ഷണ സ്വാതന്ത്ര്യമോ വസ്ത്ര സ്വാതന്ത്ര്യമോ ഇല്ല, മതസ്വാതന്ത്ര്യമില്ല. മതം അനുഷ്ഠിക്കുന്നത് ഗവൺമെന്റ് അറിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വധശിക്ഷയാണ്. വിദേശ സിനിമകളൊന്നും കാണാൻ പാടില്ല. അവിടുത്തെ ചാനലിലൂടെ സംരക്ഷണം ചെയ്യുന്ന പരിപാടികൾ മാത്രം, അത് ഗവൺമെന്റിന് അനുകൂലമായ പരിപാടികൾ. അതുപോലെ തന്നെ ജീൻസോ വിദേശ വസ്ത്രങ്ങളോ ധരിക്കാൻ പാടില്ല. ഗവൺമെന്റിനോ അവിടുത്തെ ഭരണാധികാരികൾക്കെതിരെയോ ആരെങ്കിലും ശബ്ദം ഉയർത്തിക്കഴിഞ്ഞാൽ അവരുടെ കാര്യം കട്ടപ്പുക. ഒരു ജനതയെ മുഴുവൻ സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ട് ഞെരുക്കിക്കൊണ്ട് ഭരിക്കുന്ന ഒരു മതനിരാസ ഭീകര രാജ്യം, അതാണ് ഉത്തര കൊറിയ. ഇവരുടെ ഈ ജനാധിപത്യ വിരുദ്ധ സ്വഭാവം കാരണം ഒട്ടുമിക്ക രാജ്യങ്ങളും ഈ രാജ്യമായിട്ട് ബന്ധപ്പെടാനോ അങ്ങോട്ട് ബന്ധം പുതുക്കാനോ ഇങ്ങോട്ട് ക്ഷണിക്കാനോ ഒന്നും പോകാറില്ല. ചൈന, റഷ്യ, ഇറാൻ പോലുള്ള ഏതാനും രാജ്യങ്ങൾ ഒഴികെ. അടിസ്ഥാനപരമായ വികസനങ്ങളൊന്നും ഉത്തര കൊറിയയിൽ ഇല്ലെങ്കിലും ആയുധപരമായിട്ട് അവർ ഒരുപാട് മുന്നിലാണ്. ഇന്റർ കോണ്ടിനെന്റൽ മിസൈൽ ഉൾപ്പെടെ അവരുടെ പക്കലുണ്ട്. ആണവായുധം ഉള്ളതുകൊണ്ടും ഉത്തര കൊറിയയിൽ നിന്നും അമേരിക്ക വരെ അടിക്കാനുള്ള ഭൂഖണ്ഡാന്തര മിസൈൽ അവരുടെ കയ്യിൽ ഉള്ളതുകൊണ്ടും ഉത്തര കൊറിയ പലപ്പോഴും പാശ്ചാത്യ രാജ്യങ്ങളെയും അമേരിക്കയും വെല്ലുവിളിക്കാറുണ്ട്. അതുപോലെ തന്നെ ചൈനയുടെയും റഷ്യയുടെയും പരോക്ഷ സഹായവും ഇവർക്ക് ഉണ്ട്. പലപ്പോഴും അമേരിക്കൻ ഏകാധിപത്യത്തിനെതിരെയും സാമ്രാജ്യത്വത്തിനെതിരെയും പരസ്യമായി കിം ജോങ് ഉൻ വെല്ലുവിളിക്കാറുണ്ട്. അത് ലോകം ഉറ്റുനോക്കാറുമുണ്ട്. ഇപ്പോൾ ചൈനയുടെ നേതൃത്വത്തിൽ ചൈനയിൽ വെച്ച് നടന്ന SCO മീറ്റിംഗിൽ ഉത്തര കൊറിയൻ പ്രസിഡന്റ് കിം ജോങ് ഉൻ എത്തിയത് ലോകത്ത് വളരെ കൗതുകവും ചർച്ചാ വിഷയവുമായി. അദ്ദേഹം ചൈനയിൽ എത്തിയത് തന്നെ ഒരു ട്രെയിനിലാണ്. അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ട്രെയിനാണത്. ഫ്ലൈറ്റ് യാത്ര ചെയ്തു കഴിഞ്ഞാൽ അറ്റാക്ക് ചെയ്യപ്പെടും എന്ന പേടിയിലാണ് ഇത്തരം ഒരു യാത്രയ്ക്ക് അദ്ദേഹം മുതിർന്നത്. അദ്ദേഹത്തിൻ്റെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി നടന്ന ചർച്ചയാണ് ഇപ്പോൾ ലോകമാധ്യമങ്ങളിൽ ചർച്ചാ വിഷയം. ഇവർ തമ്മിലുള്ള ചർച്ചയ്ക്ക് ശേഷം കിമ്മിൻ്റെ DNA പോലും ചോരാതിരിക്കാൻ ഉത്തര കൊറിയൻ സുരക്ഷാ ഉദ്യോഗസ്ഥർ അദ്ദേഹത്തിൻ്റെ ഇരിപ്പിടം, അദ്ദേഹം വെള്ളം കുടിച്ച ഗ്ലാസ്, അദ്ദേഹം തൊട്ട സ്ഥലങ്ങളെല്ലാം, അദ്ദേഹത്തിൻ്റെ സൈഡിലെ കസേരകൾ എല്ലാം അവിടുത്തെ സുരക്ഷാ ഉദ്യോഗസ്ഥർ തുടച്ചു വൃത്തിയാക്കി. കിങ്ങിൻ്റെ ആരോഗ്യം സംബന്ധമായ ഒരു വിവരങ്ങളും വിദേശ ചാര ഏജൻസികൾക്ക് ലഭിക്കാതിരിക്കാനാണ് ഇത് ചെയ്യുന്നതെന്ന് നിരീക്ഷകർ കരുതുന്നു. ഏതായാലും ഉത്തര കൊറിയയും കിം ജോങ് ഉന്നും എപ്പോഴും ഒരു ലോകത്തിന് കൗതുകവും വാർത്തയുമാണ്. അമേരിക്കൻ പാശ്ചാത്യ അധിനിവേശ ശക്തികളെ പലപ്പോഴും നെഞ്ചു വിരിച്ചുകൊണ്ട് ധൈര്യപൂർവ്വം എതിർത്തിട്ടുള്ള ഉത്തര കൊറിയയോടും കിം ജോങ് ഉന്നിനോടും എനിക്കും പലപ്പോഴും ഒരു ഇഷ്ടം തോന്നാറുണ്ട്.